എനിക്കൊരു ഫാം സ്കൂൾ ഉണ്ടായിരുന്നു. ടൗൺ ഏരിയയിലാണ്, പരിമിതമായ സ്ഥലത്താണ് ഞാൻ 13 പശുവിനെ വളർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ കാലിത്തീറ്റിൻ്റെ വിലയും പുല്ലൊന്നും കിട്ടാതെ ആവുന്നതും പണിക്കാരെ ഷോർട്ടേജ് ആയപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ കുറച്ചുകൊണ്ടെന്ന് 2 പശുവിലേക്ക് ഒതുക്കി. ആ ടൈമിലാണ് വേറെ എന്തെങ്കിലും തുടങ്ങണമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചുമരുകളിൽ ചെടി വെച്ച് പിടിപ്പിച്ചത് കണ്ടത്. അപ്പോൾ അത് കാലിക്കറ്റിൽ കൊണ്ടുവന്ന എന്താണെന്നുള്ളൊരു ആലോചന വന്നു. പിന്നെ അന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ വേണ്ടി കുറേ കാലം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു വാളിൽ. അപ്പോൾ ആ മൊഡ്യൂൾസ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു 3 മൊഡ്യൂളിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ആ മൊഡ്യൂൾ കിട്ടാൻ വേണ്ടി കുറേ കാലം ശ്രമിച്ചു നടന്നു. പിന്നെയാണ് അത് കിട്ടിയത്. കിട്ടുമ്പോൾ അന്ന് ഭയങ്കര കോസ്റ്റിങ്ങിലാണ് ഇനീഷ്യലി സെറ്റ് ചെയ്തത്. അപ്പോൾ ചെറിയൊരു 50 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഞാൻ സെറ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അതൊരു 6 വർഷം മുന്നെയാണ് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഞാൻ ഇതിലേക്ക് വരുന്നത്. സിറ്റി ഏരിയയിൽ തുടങ്ങുന്ന സമയത്ത് മണ്ണിൻ്റെ അവൈലബിലിറ്റി, പിന്നെ സ്ഥലം, കാരണം ചെടി വളർത്താൻ വേണ്ടി കുറേ സ്ഥലം ആവശ്യമുണ്ട്. ഇത് ചുമരിൽ ആണെങ്കിൽ പോലും നമ്മൾ സാധാരണ കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട് വളർന്ന ചെടിയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ടെറസിൻ്റെ മുകളിൽ ഡിഫറെൻറ്റ് കുറേ റോസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് വളർത്തെടുത്തത്. കൂടാതെ ലേബർ ഭയങ്കര കോസ്റ്റ്ലിയറാണ് നമുക്ക് ടൗൺ ഏരിയയിൽ വളർത്തുമ്പോൾ. പിന്നെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇതിലുള്ളത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ സോഴ്സും ഇവിടെ തനതായ പ്ലാന്റ്സ്, നമ്മളിവിടെ വളരുന്ന പ്ലാന്റ്സാണ് ആദ്യമായിട്ട് എടുത്തത്. അതേപോലെ തന്നെ മൊഡ്യൂൾസ് പ്രൊക്യൂർ ചെയ്യാണ് ഏറ്റവും ഞാൻ ബുദ്ധിമുട്ടിയത്. കാരണം ഈ മൊഡ്യൂൾസ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ള അറിയില്ലായിരുന്നു. ഓൺലൈൻ സെർച്ച് ചെയ്ത് പോയിട്ടാണ് മൊഡ്യൂൾസ് ഞാൻ കറക്റ്റ് ചെയ്തത്. അത് ബോംബെയിൽ ഒരു മാനുഫാക്ചർ എടുത്തുന്ന മൊഡ്യൂൾസ് വരുത്തിച്ചു. ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള മൊഡ്യൂൾസ് അല്ല, നമ്മളിപ്പോൾ നെറ്റിലാണ് നമ്മളിപ്പോൾ ഹാങ് ചെയ്ത ടൈപ്പ് കൂടുതൽ കാണുന്നത്. പക്ഷേ അതല്ല ആക്ച്വലി വെർട്ടിക്കൽ ഗാർഡൻ മൊഡ്യൂൾസ്. അതൊരു തനതായ രീതിയിലേക്ക് മാറി വന്നതാണ്. 3 പ്ലാന്റ് ചെയ്യാൻ പറ്റിയൊരു ബാക്ക് ഫ്രെയിമും അതിന് പോട്ട്സുമാണ് വന്നുകൊണ്ടിരുന്നത്. അത് കളക്ട് ചെയ്തു. അതിൻ്റെ പോട്ടിംഗ് മിക്സർ പറഞ്ഞാൽ 9 സാധനം ആഡ് ചെയ്തിട്ടാണ് പോട്ടിംഗ് മിക്സർ ഉണ്ടാക്കുന്നത്. അതിൽ 4 സാധനം ഞാൻ പുറത്തുനിന്ന് വാങ്ങുക ചെയ്തത്. ബാക്കി നമ്മളിവിടെ കിട്ടും. മണ്ണും മണലും ചാണകവും വേപ്പം മണ്ണാക്ക് എല്ലുപൊടി അതൊക്കെ നമുക്കിവിടെ സാധാരണ ചെടീൻ്റെ ആൾക്കാരുടെ നിന്ന് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ടാണ് ഞാനിത് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തത്. സെറ്റ് ചെയ്ത സമയത്ത് ഇനീഷ്യലി ഗ്രോത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പോട്ടിംഗ് മിക്സർ എന്ത് അളവിൽ മിക്സ് ചെയ്യണമെന്ന് അറിയില്ല. ഒക്കെ ഈക്വൽ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ചെടീൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരുന്നു ആ ടൈമിൽ. പിന്നീടാണ് അത് മാറ്റി ചെയ്തപ്പോഴാണ് അതിൻ്റെ പ്രൊപ്പോർഷൻസ് മാറ്റി നോക്കിയപ്പോഴാണ് ചെടീൻ്റെ ഗ്രോത്ത് കൂടിയതും ചെടീൻ്റെ ലൈഫ് സ്പാനും കുറേ കൂടി കിട്ടുന്നുണ്ട്. നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ എന്ന് ഉദ്ദേശിച്ചാൽ കൂടുതൽ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ചെടികൾ, അതായത് ഫോളിയേജ് പ്ലാന്റ്സ്, ഇലവർഗ്ഗങ്ങളുള്ള ചെടിയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വളരുക വെർട്ടിക്കലിൽ. ഇപ്പോൾ കൂടാതെ ഞങ്ങൾ ഫ്ലവേഴ്സ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സമ്മറിൽ ഞങ്ങൾ ബോഗൺവില്ല സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ മഴക്കാലത്ത് അതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ മഴ കൂടുതലായിരുന്ന സമയത്ത് അതിൻ്റെ ലീവ്സും ഒക്കെ ഫ്ലവേഴ്സും ഒക്കെ പോകും. 38 വെറൈറ്റി ഫോളിയേജ് പ്ലാന്റ്സും 4 ഫ്ലവറിംഗ് പ്ലാന്റ്സുമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് സിങ്കോണിയംസ് ആണ്. സിങ്കോണിയംസിൻ്റെ ഒരു 6 വെറൈറ്റി സിങ്കോണിയംസ്. പിന്നെ വരുന്നത് ഫിലോഡെൻഡ്രോൺസ്, അതായത് ഈ ഒരു പ്ലാന്റ് പോലത്തെ പ്ലാന്റ്സ്, ഇതിൻ്റെ കുറേ സ്പീഷീസ്. പിന്നെ ക്രോട്ടൺസ്. കൂടാതെ വലിയ പ്ലാന്റ്സ് ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പാംസ് ഉണ്ട്, അരിക്ക പാം, സൈക്കസ് പാം. അതേപോലെ പിന്നെ ഉള്ളത് ഫൈക്കസ് ആണ്, ആലിൻ്റെ വെറൈറ്റീസ് ഫൈക്കസ് പാണ്ട. അത് കുറച്ച് ബുഷായിട്ട് എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അത് ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും ഈ പോട്ടിൽ. പക്ഷേ നമുക്കത് കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ നിർത്താൻ പറ്റും. മെയിൻ്റനൻസ് നമ്മൾ പ്ലാന്റ്സ് ചൂസ് ചെയ്യുന്ന വെച്ചിട്ട് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ. അപ്പോൾ ഇൻഡോർ ആണെങ്കിൽ നമുക്ക് പ്ലാന്റ്സിൽ നോർമലി മെയിൻ്റനൻസ് തീരെ കുറഞ്ഞ പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സുമാണ് പ്ലാന്റ് ചെയ്യേണ്ടത്. ഔട്ട്ഡോർ ആവുന്ന സമയത്ത് നമുക്ക് മെയിൻ്റനൻസ് ഒരു ഇഷ്യൂ അല്ല. മെയിൻ്റനൻസ് ഒരു 1 in 2 months നമ്മൾ എന്തായാലും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും. ക്രീപ്പേഴ്സ് ആണ് കൂടുതലായിട്ട് ഫോളിയേജ് പ്ലാന്റ്സിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ ക്രീപ്പേഴ്സ് എന്താ വെച്ചാൽ വളർന്നു പോകും. അപ്പോൾ അത് കട്ട് ചെയ്ത് നിർത്തുക തന്നെ വേണം. ഒരു സ്ക്വയർ ഫീറ്റിൽ 6 പ്ലാന്റ് വരെ നമുക്ക് പ്ലാന്റ് ചെയ്യാം. അപ്പോൾ ഡെൻസിറ്റി കൂട്ടി കൂടുതലായിട്ട് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ചെടീൻ്റെ ഗ്രോത്ത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൂടാതെ കാണാനും ഫുള്ളായിട്ടൊരു വാളിൽ പടർന്ന് നിൽക്കുന്ന പോലെയാണ് ഉണ്ടാവുക വെർട്ടിക്കൽ. ഈ വെർട്ടിക്കൽ ഗാർഡൻ അറിയുന്നത് ഒരു വീടൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് താമസാക്കുന്ന സ്റ്റേജിലാണ്. ഇൻഡോർ ആവുന്ന സമയത്ത് വെച്ചാൽ ഇനീഷ്യലി ആദ്യമേ പ്ലാൻ ചെയ്യണം. കാരണം ഇതിൻ്റെ വെള്ളം ഒഴിക്കാനുള്ള ഓട്ടോമേറ്റഡ് വാട്ടറിങ്, പിന്നെ അതിൻ്റെ വെള്ളം വരുന്നത് എക്സസ് ഡ്രെയിൻ ചെയ്യാൻ, ഇതൊക്കെ വെച്ചാൽ പൈപ്പ് ലൈനൊക്കെ നമ്മൾ ആദ്യം ചെയ്യണം ആ പ്ലാനിങ് സമയത്ത്. പക്ഷേ ഇവിടെ നമുക്ക് അധികവും ചെയ്യുന്നത് ആൾക്കാർ ഔട്ട്ഡോർ ആണ്. ഔട്ട്ഡോർ ആവുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി ചെയ്യാൻ പറ്റും. ഇത് ബിസിനസ് സംരംഭമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഉദ്ദേശിച്ചത് എങ്ങനെയാ വെച്ചാൽ വേറെ ആരും ഇത് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും ഞാനും മാത്രമാണ് ഇത് സെറ്റ് ചെയ്തത്. ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഇതിൽ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ ഇനീഷ്യലി ഞാൻ പറഞ്ഞു ആദ്യം 50 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ സെറ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. 2200 സ്ക്വയർ ഫീറ്റിൻ്റെ റെഡി പ്ലാന്റ്സ് ഇപ്പോൾ കയ്യിലുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിസിനസ് എന്നുള്ള ലെവലിൽ ഇത് നോക്കുകയാണെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിനെ വളർത്തിയെടുത്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അത് തന്നെ ബിസിനസ് ഉണ്ട്. പക്ഷേ ചില ടൈമിൽ ഡൗൺ ആവും. പിന്നെ മാർക്കറ്റിൽ ഇപ്പോൾ ഇത് കോമ്പറ്റീഷൻ വന്നു. നമ്മളെ പോട്ട്സിൻ്റെ സൈസസ് മാറി, മൊഡ്യൂൾസ് മാറി, അതിൻ്റെ വെക്കുന്ന രീതികളൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല പുതിയ ഇന്നോവേഷൻ വരുമ്പോഴാണ് ആൾക്കാർക്ക് താല്പര്യം കൂടുതലായിട്ട്. ഇനീഷ്യലി നല്ല പ്രൈസിലായിരുന്നു വിൽക്കാൻ പറ്റിയത്. പക്ഷേ കോമ്പറ്റീഷൻ വരുന്ന നാച്ചുറലി പ്രൈസ് കുറയും. ചില ടൈമിൽ പ്ലാന്റ്സ് തീരെ കിട്ടാതെയാവും. ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സിന് ഈ പ്രാവശ്യം ഷോർട്ടാണ്. എല്ലാ സ്ഥലത്ത് പോകുകയാണെങ്കിലും വെർട്ടിക്കൽ ഗാർഡൻ്റെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും ഡിമാൻഡ് ഉണ്ട്. എനിക്ക് ഓർഡേഴ്സ് കിട്ടൽ ഇൻ ആൻഡ് അറൗണ്ട് കാലിക്കറ്റ് നിന്നാണ്. വയനാട്, കണ്ണൂർ, കാലിക്കറ്റ്, മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഓർഡേഴ്സ് കിട്ടുന്നത്. ആൾക്കാർ അറിഞ്ഞു വരുന്നതാണത്. അപ്പോൾ മാസത്തിൽ ഒരു 4-5 ഓർഡേഴ്സ്, കാരണം കയ്യിൽ വളർന്ന ചെടി ആയതിനെക്കൊണ്ട് അത്രയും ഓർഡേഴ്സ് എടുക്കാറുള്ളൂ. വെക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനും ഞങ്ങൾ തന്നെ നോക്കലുണ്ട്. നേരത്തെ പറഞ്ഞാൽ 6 പ്ലാന്റ് ഒരു സ്ക്വയർ ഫീറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു പെർ പ്ലാന്റ് ബേസിസിലാണ് സെറ്റ് ചെയ്യല്. ഇൻക്ലൂഡിംഗ് ഫ്രെയിം ഏകദേശം ഒരു 400 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡോർ ആകുമ്പോൾ പിന്നെയും കോസ്റ്റ്ലിയർ ആകും. കാരണം ഇൻഡോർ പ്ലാന്റ്സ് കോസ്റ്റ്ലിയർ ആണ്.
അപ്പോൾ 400 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ലെവൽ ഓട്ടോമേഷൻ, ചെടി നനയ്ക്കുന്നതും അല്ലെങ്കിൽ വളം കൊടുക്കേണ്ട എക്യുപ്മെൻറ്റ്സ് അതനുസരിച്ച് ഒരു 1200 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് വരെ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഞാനിപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ICRൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോളി ഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ ഗാർഡൻ മാത്രം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് അനുബന്ധിച്ചിട്ടുള്ള മേഖലകൾ, അഗ്രികൾച്ചർ റിലേറ്റഡ് മേഖലകളിലും നമ്മൾ നോക്കണം. ഒരു നഴ്സറി ചെയ്യുന്ന പോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ മാത്രമായിട്ടല്ല, കൂടുതലായിട്ട് കുറച്ച് നല്ല ഹൈടെക് രീതിയിലേക്കുള്ള എക്സ്പാൻഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.